ഹലോ ഗായ്സ്, അപ്പം എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ട് ഡേ ഇൻ ലൈഫിലുള്ള എൻ്റെ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് പോയെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നീറ്റ് വന്ന് ചായക്ക് വെള്ളം വെച്ച്, പിന്നെ പത്തിരിയിൽ വന്നിട്ട് ഇന്ന് ചായക്ക് അപ്പോൾ ആ പത്തിരിയിലേക്ക് വെള്ളം വെച്ച്. അപ്പോൾ ഏട്ടൻ നീറ്റ് വന്നു, അപ്പോൾ ഏട്ടൻ പല്ലയിച്ച് നിൽക്കാൻ, പിന്നെ ഞാനും പല്ലയിക്കാൻ നിന്ന് കേട്ടോ. അപ്പോൾ പല്ലൊക്കെ ഇങ്ങനെ തേച്ച് നമുക്ക് രാവിലെ ഇങ്ങനെ നീറ്റ് വരുമ്പോൾ ഇങ്ങനെ പല്ലയിക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള കമൻറ്റിൽ പറയണേ. അപ്പോൾ ആ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുള്ള പത്തിരി ആയിരുന്നു രാവിലെ. ആ പത്തിരിയിലേക്ക് വെള്ളമൊക്കെ വെച്ചപ്പോൾ ചൂടായി. അപ്പോൾ ചൂടായ ശേഷം ഞാൻ എന്ത് ചെയ്ത് മാവിട്ട് കുഴയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എത്ര ആൾക്കാർക്ക് പത്തിരി ഇഷ്ടമാണെന്നുള്ളത് കമൻറ്റിൽ പറയണേ. അത് കഴിഞ്ഞ ശേഷം ഞാൻ വന്നിട്ട് ചോറിലേക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് ചെമ്പിൾ വന്നിട്ട് വെള്ളമാക്കി വെച്ചിട്ടു. അപ്പോൾ വെള്ളമാക്കി വെച്ചിട്ട് ഞാനത് ഞങ്ങൾക്ക് പുറത്താണ് കേട്ടോ, അടുപ്പത്താണ് ഞങ്ങൾ ചോറ് വെക്കുക. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയി വെച്ച് അതിലുള്ള ചാരപ്പൊടിയൊക്കെ ഇങ്ങനെ എടുത്ത് പിന്നെ ഉള്ള വിറകും കൊണ്ട് ഞാൻ ഇങ്ങനെ കത്തിക്കാൻ തുടങ്ങിയിട്ടോ. ഈ കല്യാണത്തിന് മുന്നേ ഒക്കെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു കൈ കഴുകാൻ പറഞ്ഞാലും കൂടിയിട്ട് ആ പ്ലേറ്റിലങ്ങനെ കൈ പോന്നാൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് അടുപ്പൊക്കെ കത്തിക്കാനേ അറിഞ്ഞൂടാ. അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഒക്കെ പഠിച്ചത് ഞാൻ. അപ്പോൾ നിങ്ങളുടെ ഇതെന്താണെന്നുള്ള കമൻറ്റിൽ പറയണേ. അപ്പോൾ അങ്ങനെ ഞാൻ വന്നിട്ട് അടുപ്പൊക്കെ കത്തിച്ച് ഇങ്ങനെ വെള്ളം ചെമ്പ് വന്നിട്ട് അതിൽ വെച്ചിട്ട് പോയി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വാട്ടി വെച്ച പത്തിരിപ്പൊടി വന്നിട്ട് ചൂടാറി. അപ്പോൾ ഞാൻ അത് കുഴയ്ക്കാൻ നിന്ന് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയണേ, ഞാൻ ഇവിടെ വന്നിട്ടാണ് ഒക്കെ പഠിച്ചത്. ഞങ്ങളെ വീട്ടിലൊന്നും പത്തിരി ഒന്നും ഉണ്ടാക്കുകയില്ല. ഇപ്പോൾ വന്നിട്ടാണ് പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. പിന്നെ ഞാൻ റൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഏട്ടന് നേരം വൈകി പറഞ്ഞപ്പോൾ ഏട്ടന് വേഗം ഞാൻ അടുപ്പത്ത് ഇത് തവ വെച്ചിട്ട് പിന്നെ പത്തിരി പ്രസ്സിലിട്ടിട്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ വെള്ളം ചൂടായി നോക്കിയപ്പോൾ ആ തവ ചൂടായി. അപ്പോൾ ഞാൻ അതിൽ പത്തിരി ഇട്ട് അപ്പോൾ ചുട്ടെടുത്ത് ഏട്ടന് മാത്രമായിട്ട് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് എന്താ അറിയോ, ലാസ്റ്റത്തെ മാത്രം പൊന്തി, അതിന് മുന്നേ ഒന്നും പൊന്തിയില്ല. പിന്നെ മക്കളൊക്കെ ഇങ്ങനെ കളിച്ച് നിൽക്കുമായിരുന്നു. അമ്മ വന്നിട്ട് കൊലായി തുടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് നോക്കുമ്പോൾ അമ്മ കൊലായി തുടക്കുകയായിരുന്നു. പിന്നെ ഞാൻ കറിയിലേക്കില്ല പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തക്കാളി ഉള്ളിയൊക്കെ കട്ട് ചെയ്ത്. അപ്പോൾ ശൈത്തേച്ചിയാണ് കറി വെച്ചത്. അപ്പോൾ അമ്മ, ഞാൻ വെള്ളം വെച്ചിനല്ലോ, ചൂടായി വെള്ളം. അപ്പോൾ അമ്മ വന്നിട്ട് അരി കഴുകി അതിലിടാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ അമ്മ അരി കഴുകി അതിലിട്ട്. അപ്പോൾ ഇട്ട് അത് കഴിയുമ്പോഴേക്കും ഞാൻ വന്നിട്ട് മീനും വന്നിട്ട് പൊരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വന്നിട്ട് അത് സൈഡ് വറ ഇട്ടിട്ട് പിന്നെ അതിലേക്കുള്ള ഇതൊക്കെ വേണം, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഞങ്ങൾ കുരുമുളകൊക്കെ ഇട്ടിട്ട് കുഴച്ച് വെച്ച്. എന്താ വെച്ചാൽ കുറച്ച് സെറ്റ് ആയിക്കോട്ടെ വെച്ചിട്ട്. പിന്നെ ഋതുവിനെ വിളിച്ചിട്ട് അവൻ വരുന്നേ ഇല്ല, വലിയ ആളാണ്. അപ്പോൾ പിന്നെ രണ്ടാളെയും വിളിച്ച് പിടിച്ച് ഒന്ന് ചിരിക്കാൻ പറഞ്ഞിട്ട് ഓരിങ്ങനെ കളിക്കായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചായ കുടിക്കാനായി കേട്ടോ. അപ്പോൾ ഓൻ്റെ ചെയറിലൊക്കെ എത്തിച്ച് ഞാൻ പ്ലേറ്റിൽ വന്നിട്ട് ഓന് വേണ്ടിയിട്ട് ഇങ്ങനെ പത്തിരിയൊക്കെ പൊളിച്ച് കൊടുത്ത്. അപ്പോൾ ഓൻ ഒറ്റയ്ക്ക് തിന്നോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തിന്നൂല. അപ്പോൾ അവന് വിശപ്പുണ്ടായിനി. അപ്പോൾ അതിൽ കൊടുത്തത് കുറച്ച് തിന്നിട്ട് പകുതി അവിടെ വെച്ച്. പിന്നെ ഞങ്ങൾക്ക് ചായ കുടിക്കാൻ നേരമായി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ കഴിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ അങ്ങനെ ചായ കുടിച്ച് കറിയൊക്കെ ആയി. പിന്നെ പൊരിക്കാനുള്ളത് വന്നിട്ട് പൊരിക്കാൻ നിന്നിട്ടോ. നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ച, അപ്പോൾ അത് ഇട്ട് ഞാൻ പൊരിച്ചെടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ച പാത്രം അമ്മ നേരത്തെ കുറച്ച് പാത്രമൊക്കെ തേച്ച് വെച്ചതുകൊണ്ട് എനിക്ക് കുറച്ച് പാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പാത്രമൊക്കെ തേച്ച് വെച്ച് ഞാൻ അടുപ്പ് വന്നിട്ട് അടുക്കള അങ്ങനെ തുടച്ച് കേട്ടോ. പൊരിക്കുക ഇനി കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ കഴിയാനായി. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട്. അപ്പോൾ ഞാൻ പാത്രമൊക്കെ ഒന്ന് സൈഡാക്കി വെച്ച് ഒക്കെ ഞാൻ വൃത്തിയാക്കി തുടച്ച് വെച്ച്. അപ്പം ആ പാത്രം കൂടി അപ്പം തന്നെ കഴുകി. എനിക്ക് എന്താ അറിയോ, ആ പാത്രം വരുന്നത് അപ്പം തന്നെ എനിക്ക് കഴുകി വെക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, നിങ്ങൾ എങ്ങനെയാണെന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ച് പിന്നെ വെള്ളം പിടിച്ച് വെച്ചിട്ടോ. കുടിക്കാനുള്ള വെള്ളം, കിണർ വെള്ളം ഞങ്ങൾ പിടിച്ച് വെക്കലാണ് ഈ 3 പാത്രത്തിൽ, ഒരു ചെമ്പിലും പിന്നെ 2 ബക്കറ്റിലും. അത് പിടിച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ ഋതുട്ടനെ അമ്മ കുളിപ്പിച്ച് ഓണം കൊണ്ടുപോയി അങ്ങോട്ട്. പിന്നെ ഞാൻ കുളിക്കാൻ നിന്ന്. അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞ് ഞാൻ പോന്നു. പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ അമ്മ തുണി അലക്കുകയാണ്. അപ്പോൾ അമ്മ തുണി അലക്കുമ്പോൾ ശൈത്തേച്ചി ചിക്കിയിടുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ കഴിഞ്ഞ്. ഇനി ഇങ്ങനത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നാളെ ഉണ്ട് വീഡിയോ കാണണേ. അപ്പോൾ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ.